സൺഡേ സലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. വെടിനിർത്തലാണ്, യുദ്ധവിരാമമല്ല. ഈ യുദ്ധം ഇത് ജൂൺ 13 തുടങ്ങിയ യുദ്ധമാണ്. അത് യുദ്ധവിരാമമാവണമെങ്കിൽ ഇറാൻ ന്യൂക്ലിയർ പാക്റ്റിൽ ഒപ്പിടണം. അപ്പോൾ മാത്രമേ അത് യുദ്ധവിരാമത്തിലേക്ക് എത്തുകയുള്ളൂ. ന്യൂക്ലിയർ പാക്റ്റിൽ ഒപ്പിടുന്നതിന് മുൻപ് അതിന് തയ്യാറായേക്കും എന്നുള്ള ധാരണയിൽ അമേരിക്ക എൻഫോഴ്സ് ചെയ്തു എന്ന് വിചാരിക്കുന്ന ഒരു യുദ്ധവിരാമമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എൻഫോഴ്സ്ഡ് ബൈ അമേരിക്ക എന്നുള്ള മട്ടിലാണ് ഈ യുദ്ധവിരാമത്തെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഈ 12 ഡേ വാർ എന്നാണ് ഈ യുദ്ധത്തിനെ ഇപ്പോൾ വിളിക്കുന്നത്. 12 ഡേ വാർ. ഇപ്പോൾ ഈ 12 ഡേ വാറിൽ വളരെ പ്ലാൻഡ് ആയിട്ട് അമേരിക്കയും ഇസ്രായേലും കൂടി നടത്തിയ ഒരു സംഗതിയാണ് നമുക്ക് മനസ്സിലാക്കണം. അവസാന നിമിഷവും ഒരുപാട് നാടകങ്ങളുണ്ടായി. സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷവും വീണ്ടും ഇസ്രായേൽ കഠിനമായ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ബോംബിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന നാടകങ്ങൾ നമ്മൾ കണ്ടു. എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഗതികൾ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം താൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇസ്രായേലിനെ വരുതിയിൽ നിർത്തിയിരിക്കുന്നത് എന്ന് ഇറാനെ ബോധ്യപ്പെടുത്തി ഇറാനെ നിർബന്ധിതമായൊരു സീസ് ഫയറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ട്രംപ് എടുത്ത ടെക്നിക്കുകളാവാനാണ് സാധ്യത. ഇതൊക്കെ അപ്പോൾ അത് ഒരു പ്രീ പ്ലാൻഡ് സംഗതി ആവാനാണ് സാധ്യത. അപ്പം ഇറാനിൽ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്ടൈൽസ് വന്നു എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. ഞങ്ങളങ്ങനെ ഒരു സാധനം അയച്ചിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു. കഠിനമായൊരു ആക്രമണം ഇസ്രായേൽ പ്രപ്പോസ് ചെയ്യുന്നു. ട്രംപ് ഇടപെട്ട് അനങ്ങിപ്പോരുത്, ഞാൻ കാച്ചിക്കളയെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിലിപ്പം നെതന്യാഹു ആണോ ട്രംപാണോ മെച്ചപ്പെട്ട അഭിനേതാവ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടി വരും. ട്രംപിന് പ്രൈസ് ആവശ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വേണം. അപ്പോൾ അദ്ദേഹം B2 ബോംബേഴ്സ് ഉപയോഗിച്ച് ബോംബ് ചെയ്തിട്ട് സമാധാനം കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വേണ്ടതുകൊണ്ട് മെച്ചപ്പെട്ട അഭിനയത്തിലുള്ള പ്രൈസ് അദ്ദേഹത്തിന് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അദ്ദേഹം പ്രൈസുകളോട് താല്പര്യമുള്ള ആളാണ്. എന്തായാലും ശരി, ഇത് യുദ്ധവിരാമമായിട്ട് അല്ല, ഇത് ഒരു താൽക്കാലിക വെടിനിർത്തൽ. ഇറാൻ്റെ തലയ്ക്ക് ശക്തമായ അടിയടിക്കുന്നു അമേരിക്ക വന്നിട്ട്. അതിന് പേരിട്ടത് തന്നെ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നാണ്. ചുറ്റികൊണ്ട് മുതുവാതിരായിക്ക് തലക്കിട്ടൊരു ഒറ്റ ഇടി. അപ്പോൾ അതിട്ട് നമ്മൾ പണ്ട് കളിക്കുമ്പോൾ സുല്ല് എന്ന് പറയുന്നു. ഇനി സുല്ല് എന്ന് പറഞ്ഞാൽ കളി തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ സുല്ലിടുക എന്ന് പറയും. അപ്പോൾ അതാണിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നുള്ള പ്രോഗ്രാം വഴി ഇറാൻ്റെ തലയ്ക്ക് അതിശക്തമായ അടി അടിച്ചിട്ട് ഇനി നമ്മൾ സുല്ലിട്ടിരിക്കുന്നത് പറയുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്ക ഇതിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധം പരക്കും. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ലാസ്റ്റ് ഡേയിൽ മാത്രം വന്നിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. അതിനിടയിലൂടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂക്ലിയർ സൈറ്റുകൾ B2 ബോംബേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ BU-57 എന്ന് പറയുന്ന ബോംബ് ഉപയോഗിച്ച് ബോംബ് ചെയ്യുന്നതിന് മുൻപ് അതിനെ ഒന്ന് സോഫ്റ്റൺ ചെയ്യേണ്ടതുണ്ട്, പരുവപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് ഇസ്രായേൽ നിരന്തരമായി ബോംബ് ചെയ്ത് അതിൻ്റെ ആ കൽക്കെട്ടുകളും കോൺക്രീറ്റും ഒക്കെ ഒന്ന് സോഫ്റ്റൺ ചെയ്ത് ഇളക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പണി വരുന്നത്. അപ്പോഴാണ് അത് കൂടുതൽ ഇഫക്റ്റീവ് ആവുക. അപ്പോൾ ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അമേരിക്ക ഇതിൽ ഇടപെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കപ്പെടും. കാരണം ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകളുടെ പേരിൽ ഇന്നലെ അമേരിക്കയുടെ ഒരു ബേസിലേക്ക് ഒരു 14 മിസൈലുകൾ അയച്ചു എന്ന് പറയുന്നതൊക്കെ ഈ ട്രൂസ് പ്ലാനിൻ്റെ ഭാഗമാണ്. അതൊക്കെ അങ്ങോട്ടും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. നേരെ മറിച്ച് ഒരു ട്രൂസ് ആ സമയത്ത് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ, സീസ് ഫയർ ആ സമയത്ത് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ അമേരിക്കൻ എയർബേസുകളെ ആക്രമിക്കുന്നേക്കാളെ അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളെ ഇവർ ആക്രമിക്കും. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന നാശനഷ്ടം, അവരിതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളല്ല. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വിഷയമാണിത്. അമേരിക്കയും ഇറാനായിട്ടുള്ള വിഷയമാണിത്. അപ്പോൾ അതിനകത്ത് ഗൾഫ് രാജ്യങ്ങൾ വലിച്ചടയ്ക്കപ്പെടും. അത് പ്രവചനാതീതമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇസ്രായേലിനെ പോലെ അയൺഡോം വെച്ച് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളല്ല അവർ. ഇസ്രായേലിനെ പോലെ അതിശക്തമായ മിലിറ്ററി ഉള്ള രാജ്യങ്ങളല്ല അവർ. അമേരിക്ക അവരെ ഈ നേവൽ ഫോഴ്സൊക്കെ ഉപയോഗിച്ച്, കപ്പൽപ്പട ഉപയോഗിച്ച്, കപ്പലിൽ നിന്നുള്ള മിസൈലുകൾ ഉപയോഗിച്ച് എത്രയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചാലും കാര്യമായ നാശനഷ്ടങ്ങൾ ഈ രാജ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം വളരെ അടുത്താണ്. ഇത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ സാധിക്കും. ഒരു കടലിൻ്റെ അപ്പുറം കിടക്കുന്നവരാണ്. 100, 150, 200, 250 ഒക്കെയാണ് ഈ കടലിൻ്റെ വീതി. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റിലേക്ക് ആക്രമിച്ചു കഴിഞ്ഞാൽ വലിയ പരിക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്രയും വേഗം ഈ യുദ്ധം നിർത്തേണ്ടതുണ്ട്. ഇനി ഇവർ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിയുടെ രൂപം മാറും. ആദ്യം പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ സെൻറ്റേഴ്സും അല്ലെങ്കിൽ അവരുടെ ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതാക്കുക, മിസൈൽ ശേഷി ഇല്ലാതാക്കുക. നേരെ മറിച്ച് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാനെ നശിപ്പിക്കാതെ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഭാവം മാറും. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ മുഖം വികൃതമാകും. അപ്പോൾ അതുകൊണ്ട് ഈ യുദ്ധം എവിടെ നിർത്തണമെന്ന് ആദ്യം തന്നെ ആലോചിച്ചിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അമേരിക്ക ഇൻവോൾവ് ചെയ്താൽ ഉടനെ തന്നെ യുദ്ധവിരാമം എന്നുള്ളത് അത് പ്രീ പ്ലാൻഡ് ആണ്. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇനി യുദ്ധത്തിൽ എന്ത് നേടി എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ നേടിയെടുക്കാൻ സാധിച്ചത്
അവരുടെ ഏറ്റവും മുൻനിരയിലുള്ള 14 ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ വധിക്കാനായി എന്നുള്ളതാണ്. അതാണ് ശരിക്കുള്ള ന്യൂക്ലിയർ ബോംബിൻ്റെ തലവെട്ടി എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. അതാണ് ഈ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള മുൻപന്തിയിലുള്ള 14 ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ അവർ കൊന്നുകളഞ്ഞു. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് നശിപ്പിച്ച് കളഞ്ഞു. എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റികൾ നശിപ്പിച്ച് കളഞ്ഞു. സെൻട്രിഫ്യൂജ് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഇല്ലാതാക്കി. ഹെവി വാട്ടർ ഫെസിലിറ്റി നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്ന അവരുടെ ആ സ്വപ്നം അത് അബോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 2, ഖൊമൈനിയുടെ 18 അംഗ ഒരു ടോപ്പ് ക്ലാസ് കൊട്ടേറി ഉണ്ട്. കൊട്ടേറി എന്ന് പറഞ്ഞാൽ കൊട്ടാര സംഘം, അദ്ദേഹത്തിന് നിരന്തരമായി അഡ്വൈസ് ചെയ്യുന്ന ഒരു 18 അംഗ കൊട്ടാര സംഘം. അതിൽ 12 അതിനെ തട്ടി. കൂടാതെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള മിലിറ്ററി ഓഫീഷ്യൽസിനെ മുഴുവൻ കൊന്നുകളഞ്ഞു. മിലിറ്ററിയുടെ തലപ്പത്തുള്ള ആളുകളെ മൊത്തം കൊന്നുകളഞ്ഞു. പിന്നെ മിസൈലിൻ്റെ സ്റ്റോക്ക് പൈലുകൾ നശിപ്പിച്ച് കളഞ്ഞു. മിസൈൽ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നശിപ്പിച്ച് കളഞ്ഞു. ലോഞ്ചിങ് പ്ലാറ്റ്ഫോംസ് നശിപ്പിച്ച് കളഞ്ഞു. പ്രൊപ്പല്ലൻ്റ് സ്റ്റോക്ക് നശിപ്പിച്ച് കളഞ്ഞു. എയർഫീൽഡുകൾ നശിപ്പിച്ച് കളഞ്ഞു. നേവൽ പോർട്ടുകൾ നശിപ്പിച്ച് കളഞ്ഞു. 1, 2 അല്ല, മുഴുവനും നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെ മിലിറ്ററി സ്ട്രക്ചർ പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയും അവരുടെ മിലിറ്ററിയുടെ പവർ, മിലിറ്ററിയുടെ ശക്തി ഷണ്ഡീകരിച്ച് കളയുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന അവർക്ക് ആക്രമിക്കാനുള്ള ശേഷി ഇല്ലാതാക്കി, അവരുടെ ഡിഫൻസ് ഇല്ലാതാക്കി, അവരുടെ മിലിറ്ററിയിലെ ആലോചന മിലിറ്ററിയെ നയിക്കേണ്ട ആളുകളെ ഇല്ലാതാക്കി. ഇനിയിപ്പോൾ ഒരു സിവിൽ വാർ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെ നേരിടും എന്നുള്ളത് വലിയ പ്രശ്നമാകത്തക്ക രീതിയിൽ അവരത് ചെയ്തു വെച്ചു. ഗവൺമെൻറ് ബിൽഡിങ്സ് പലതും നശിപ്പിച്ച് കളഞ്ഞു. അതൊക്കെ 4th ഡേ മുതലാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് ബിൽഡിങ്സ് നശിപ്പിച്ചു. അവരുടെ ഇലക്ട്രിസിറ്റി ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റികൾ നശിപ്പിച്ച് കളഞ്ഞു. ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഭരണം എന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആക്കി കളഞ്ഞു. ഈ ഭരണ സംവിധാനം ആളുകളിലേക്ക് എത്തുന്ന കൈകളുണ്ടല്ലോ, ആ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ആ നെറ്റ്വർക്ക് മുഴുവൻ ഇല്ലാതായി കളഞ്ഞു. അളക്കാനാവാത്ത സാമ്പത്തിക നഷ്ടം. അല്ലെങ്കിൽ തന്നെ അവർ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിൽക്കുന്ന രാജ്യം, ആ രാജ്യത്തെ ഒരു വലിയ സാമ്പത്തിക പടികുഴിയിലേക്ക് തള്ളിവിടുകയും ഭരണ നേതൃത്വത്തെ അതിനനുസരിച്ച് പ്രശ്നത്തിലെത്തിക്കുകയും ചെയ്തു. ഖമനേയി മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹം പുറത്തേക്ക് വന്ന ഉടനെ അദ്ദേഹം ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. രാജ്യത്തിൻ്റെ വലിയ സാമ്പത്തിക അരക്ഷിതത്വം ഇല്ലായ്മ, പൂർണ്ണമായും തകർന്നു പോയ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യും എന്നുള്ള പ്രശ്നം, ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ള പ്രശ്നം, ഇത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നു. അപ്പോൾ ഇതിൽ അദ്ദേഹം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആ ഒരു ദറ്റ് ഈസ് കടലെടുക്ക്, ഹോർമസ് കടലെടുക്ക് മൈൻ ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ, ഇതൊക്കെ ഈ യുദ്ധം തീർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. അവർ ഹോർമസ് കടലെടുക്ക് എങ്ങാൻ മൈൻ ചെയ്തിരുന്നെങ്കിൽ അതൊക്കെ ഇറിപ്പയറബിൾ ഡാമേജ് ആണ്. മൈനിങ് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. നേരെ മറിച്ച് ആ മൈൻസ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അത് ഒരിക്കലും മൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കടലെടുക്ക് അങ്ങേയറ്റം റിസ്ക്കി ആവും. ഇറാനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത രാജ്യമായതുകൊണ്ട് അവരത് ചിലപ്പോൾ ചെയ്തെന്ന് വരും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകുന്ന അവർക്ക് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അവരത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ആത്മഹത്യാപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതൃത്വമാണ് അവിടെ ഉള്ളത്. അവർ വീണ്ടും വിചാരമില്ലാത്തവരാണ്. അവർ വിളിച്ചു വരുത്തിയ യുദ്ധമാണിത്. തീർച്ചയായിട്ടും ഒരു വിദ്യാഭ്യാസമുള്ള ആളുകൾ നയിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇറാനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇല്ലാതെ ഇപ്പോൾ ഇറാൻ ഇതിനെ കഴിഞ്ഞ് എത്രയോ മേലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലെയോ അല്ലെങ്കിൽ സൗദി അറേബ്യ പോലെയോ ഒക്കെ അങ്ങേയറ്റം ഫ്ലറിഷിംഗ് ആയിട്ടുള്ള രാജ്യമായിട്ട് കഴിഞ്ഞു പോകേണ്ട രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ രാജ്യത്ത് അങ്ങേയറ്റം വിവരംകെട്ട മനുഷ്യർ, സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ കിട്ടാത്ത, ഈ മദ്രസകളിൽ മാത്രം പോയി പഠിച്ച മത നേതാക്കന്മാർ ഭരിക്കുന്നതുകൊണ്ട്, കാട്ടു നേതൃത്വമുള്ളതുകൊണ്ട്, കാടൻ ചിന്തകളുള്ളതുകൊണ്ട്, 6ാം നൂറ്റാണ്ടിലെ ചിന്ത നയിക്കുന്ന മനുഷ്യരുള്ളതുകൊണ്ട് മാത്രം ആ രാജ്യം അങ്ങേയറ്റം പിന്തള്ളപ്പെട്ടു പോയി പുറയിൽ കിടക്കുന്നതാണ്. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഏറ്റവും ഫ്ലറിഷിംഗ് ആയിട്ട് നിൽക്കേണ്ട അങ്ങേയറ്റം പാരമ്പര്യമുള്ള രാജ്യമാണെന്ന് ഓർക്കണം. അപ്പോൾ ആ രാജ്യത്തെ ഈ നിലയിൽ എത്തിച്ചത് ഈ മത നേതൃത്വം എന്ന് പറയുന്ന ഈ മദ്രസ വിദ്യാഭ്യാസം മാത്രമുള്ള ആളുകളുടെ വിവരം കെട്ട നേതൃത്വമാണ് ആ രാജ്യത്ത് ഇതുപോലത്തെ ഒരു പടുകുഴിയിലേക്ക് എത്തിച്ചത്. ഇസ്രായേൽ അവരെ ആക്രമിച്ചത് ഭയന്നിട്ടാണ്. അമേരിക്കയും അവരെ ആക്രമിക്കുന്നത് ഭയന്നിട്ടാണ്. ഇങ്ങോട്ട് കിട്ടും. ലോകത്ത് എവിടെയെല്ലാം രാജ്യങ്ങൾ ഫ്ലറിഷിംഗ് ആയിട്ട് കഴിയുന്നു. അമേരിക്ക ആക്രമിക്കുന്നുണ്ടോ? ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ടോ? ആരും ചെയ്യുന്നില്ല. ഇവരെ ആക്രമിക്കുന്നത് ഇവർ തങ്ങളെ കൊന്നേക്കും എന്ന് ഭയന്നിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങോട്ട് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ഇനി തിരിച്ച് എന്താണ് ഇറാൻ ചെയ്തത്? ഇറാന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അയൺ ഡോം പവർഫുൾ ആണ് എന്ന് പ്രൂവ് ചെയ്തു. അയൺ ഡോമിനെ വെട്ടിച്ച് അവരുടെ കാൽക്കുലേഷൻ 90% പ്രൊട്ടക്ഷനാണ് അയൺ ഡോമിന് പറഞ്ഞിട്ടുള്ളത്. 98% പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അയൺ ഡോമിന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി അകത്ത് കടന്ന മിസൈലുകൾ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. മുഴുവൻ സിവിലിയൻ ഏരിയകളിലാണ്. അവരുടെ ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ട കണക്കനുസരിച്ച് 28 ആളുകളാണ് മരിച്ചിട്ടുള്ളത്. ഏകദേശം 200ഓളം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതാണ് ഇറാൻ അവരുടെ മേലിൽ ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നീട് ഇലക്ട്രിക്കൽ പവറിന് ചെറിയ കേടുപാടുകൾ വരുത്താൻ അവർക്ക് സാധിച്ചിരുന്നു. അത് പിറ്റേ ദിവസം തന്നെ റിപ്പയർ ചെയ്യാനും ഇസ്രായേലിന് സാധിച്ചിരുന്നു. മിലിറ്ററി ടാർഗറ്റ്സിനെ ഒന്നിനെ പോലും തൊടാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ കംപ്ലീറ്റ് മിലിറ്ററി ഡോമിനേഷനാണ് ഇതിനകത്ത് ഇസ്രായേലിനുണ്ടായിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ വെപ്പൺ മാർക്കറ്റ്, ആയുധ മാർക്കറ്റ് വളരെയേറെ വികസിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കോൺസിക്വൻസ്. അവരുടെ ആയുധങ്ങൾ അവർ പ്രൂവ് ചെയ്തു.
അതുകൊണ്ട് തന്നെ ലോകത്ത് നിന്ന് ധാരാളം ആയുധങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാവും. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂക്ലിയർ പാക്റ്റിൽ ഒപ്പിടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനമായി പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം ഖമനേയും അദ്ദേഹത്തിൻ്റെ മകനും വധിക്കപ്പെട്ടേക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഒരിക്കലും ഇസ്രായേൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ഇസ്രായേൽ അത് ഓൺ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഈ ഖമനേയെ യുദ്ധത്തിനിടയിലൂടെ വധിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം ഇങ്ങനെ തീർക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക അത് വളരെ കൃത്യമായിട്ട് ഫോർസ് ചെയ്തിട്ടുണ്ട്. ഖമനേയെ വധിക്കരുത് എന്നുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്. അത് ശരിയുമായിരുന്നു. ഇനി ഖമനേയി വധിക്കപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. കാരണം യുദ്ധം സീസ് ഫെയറായി. അപ്പോൾ ഖമനേയി വധിക്കപ്പെടാനുള്ള നല്ല സാധ്യതയുണ്ട്. ഖമനേയുടെ മകനും വധിക്കപ്പെടാനുള്ള നല്ല സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ന്യൂക്ലിയർ പാക്റ്റിലേക്ക് ഇവർക്ക് എത്താൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ വരട്ടുവാദമായിട്ട് ഇയാൾ ഇങ്ങനെ ഇരിക്കും, ഞങ്ങൾ ഇനിയും ബോംബുണ്ടാക്കും എന്ന് ഇയാൾ അട്ടർ ചെയ്തുകൊണ്ടിരിക്കും. അത് വെസ്റ്റിന് വലിയ പ്രകോപനമാകും. ഒരു പക്ഷേ വീണ്ടും യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനത്തെ പല വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചും ഇയാളെ നീക്കിക്കളഞ്ഞില്ലെങ്കിൽ രാജ്യത്തിന് ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ന്യൂക്ലിയർ പാക്റ്റിൽ ഒപ്പിടുക എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് അവരെ എത്തിച്ച് മാത്രമേ ഈ യുദ്ധം തീരുകയുള്ളൂ. ഇല്ലെങ്കിൽ മാനസികമായിട്ടുള്ള യുദ്ധം, അതായത് കട്ടന് പുറകിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. ആ ന്യൂക്ലിയർ പാക്റ്റിൽ ഇവർ ഒപ്പിടുന്നത് വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും.